സംഭവം എന്താന്ന് വെച്ചാല് ഒരു കഥ ഉണ്ട്. ഒരു 8 വയസ്സുള്ള ഒരു കൊച്ചു വന്നു. ആ കൊച്ചിന്റെ പ്രശ്നം മീൻസ് വയറുവേദനയാണ്. ക്രോണിക് ആയിട്ട് ഇങ്ങനെ വയറുവേദന വന്നു പോയി ഇരിക്കാന്ന് പറഞ്ഞു. സ്കാനിങ് എല്ലാം നോർമൽ. അപ്പൊ ഇങ്ങനെ ഹിസ്റ്ററി എടുക്കാണേ. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാല് മുളക് പൊടി വിത്ത് പഞ്ചസാര ആ വെള്ളത്തിൽ കലക്കിയിട്ട് സിപ്പപ്പിന്റെ കവർ പൊട്ടിച്ച് അതിലൊഴിച്ച് അത് ഫ്രീസ് ചെയ്ത് കഴിക്കുക. ഇതാണ് അവളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇതിന്റെ റൂട്ട് കോസ് എവിടെ നിന്ന് തുടങ്ങുന്നത് അറിയാം? 6 മാസത്തിൽ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ സമയത്ത് അതിന്റെ മദർ വായ തുറക്കാൻ വേണ്ടിട്ട് ടേസ്റ്റ് മാറ്റണമല്ലോ, അപ്പൊ ടച്ചിങ്സ് ആയിട്ട് അച്ചാറ് കൊടുക്കാം. പ്രോബ്ലം ഈ പിള്ളേരുടെ ഡയറ്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. മനസ്സിലായി? അപ്പൊ നമ്മള് നമുക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ. മിക്കവാറും എന്റെ ഉമ്മച്ചയൊക്കെ പറഞ്ഞോ ഒരേ കഥയാണ്. അതായത് എനിക്കോ കഴിക്കാൻ എന്റെ ഇപ്പോ വാങ്ങിച്ചു തന്നിട്ടില്ല, എന്റെ മക്കൾക്കെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെയാണ് കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം പിന്നെ തിരിച്ചു വരും. മനസ്സിലായി? അപ്പൊ ഡയറ്റ് ആണ് പിള്ളേരുടെ ബോഡി ബിൽഡിങ്ങിന്റെ മെയിൻ സാധനം. അപ്പൊ അത് നന്നായില്ല എന്നുണ്ടെങ്കിൽ ബോഡി നന്നാവില്ല, മൈൻഡും നന്നാവില്ല. അപ്പൊ ബെറ്റർ ഓപ്ഷൻ ഗുഡ് ന്യൂട്രീഷൻ. അല്ലാണ്ട് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി അവർ ചോദിക്കുന്ന സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തായാലും ക്രോണിക്കലി അത് പ്രശ്നമില്ല.